ഹലോ കുട്ടികളെ, ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ ഫിസിക്സിലെ സൗണ്ട് വേവ് ഫസ്റ്റ് ചാപ്റ്ററായ സൗണ്ട് വേവ്സിലെ പാർട്ട് 2 ആണ് കേട്ടോ. അപ്പോൾ പാർട്ട് 1 കാണാത്തവർ അത് കണ്ടിട്ട് വേണം പാർട്ട് 2 കാണാനായിട്ട്. അപ്പോൾ ഇന്നലെ പാർട്ട് 1 നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് ഫ്രീക്വൻസി ഈസ് ഇക്വൽ ടു 1 പീരീഡ്, ആ ഭാഗമൊക്കെ നമ്മുടെ കഴിഞ്ഞു. അടുത്ത തൊട്ടിട്ട് നമുക്ക് നോക്കാം കേട്ടോ. അതിൻ്റെ ട്യൂണിംഗ് ഫോർക്ക് യൂസ്ഡ് ഫോർ എക്സ്പെരിമെൻറ്റ് കണക്റ്റഡ് വിത്ത് സൗണ്ട്. അപ്പോൾ നിങ്ങൾ ട്യൂണിംഗ് ഫോർക്ക് കേട്ടിട്ടുണ്ടോ? ട്യൂണിംഗ് ഫോർക്ക് വെച്ചിട്ട് എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ടുണ്ടോ? ഹാവ് യു നോട്ടീസ് ദ മാർക്കിംഗ് ഓൺ ദം? അപ്പോൾ നിങ്ങൾ അതിൽ എന്തെങ്കിലും മാർക്കിംഗ് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നാണ് ഇവർ ചോദിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ ട്യൂണിംഗ് ഫോർക്കിൻ്റെ പിക്ചർ. നിങ്ങൾ ആരെങ്കിലും കാണാത്തതുണ്ട് വെച്ചെങ്കിൽ ഇത് നോക്കുക കേട്ടോ. അപ്പോൾ ട്യൂണിംഗ് ഫോർക്കിൽ ഇവിടെ മാർക്കിംഗ് നമുക്ക് കാണാം അല്ലേ? ഈ ഒരു ഭാഗത്ത് നമുക്കൊരു മാർക്കിംഗ് കാണാം. അപ്പോൾ ഇവിടെ എഴുതിയിട്ടുണ്ട് 256, 512, 1024 എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നാണ് ചോദിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ട്യൂണിംഗ് ഫോർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇവർ പറയണത് പലതരം ട്യൂണിംഗ് ഫോർക്ക് ഒബ്സർവ് ചെയ്തിട്ട് അതിലെ മാർക്കിങ് എന്തൊക്കെയാണെന്നുള്ളത് ഇവിടെ എഴുതാനാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട പിക്ചറിൽ 256 ഹെഡ്സ് കണ്ടു അല്ലേ? പിന്നെ ഏതൊക്കെ കണ്ടു? 512 കണ്ടു, പിന്നെ 1024 ഹെഡ്സൊക്കെ കണ്ടു കേട്ടോ. അപ്പോൾ is there any relation between the marking on the tuning fork and its vibration and its number of vibration? അപ്പോൾ അവരെന്താ പറയണത്? ഈ മാർക്കിങ്ങും ട്യൂണിംഗ് ഫോർക്കിലുള്ള ഈ മാർക്കിങ്ങും അതിൻ്റെ നമ്പർ ഓഫ് വൈബ്രേഷൻസും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ബന്ധമുണ്ട് അല്ലേ? ആ ട്യൂണിംഗ് ഫോർക്കിൻ്റെ ആ മാർക്കിങ്ങും അതിൻ്റെ വൈബ്രേഷൻസ് തമ്മിൽ ബന്ധമുണ്ട്. ആ മാർക്കിംഗ് എന്ന് പറയുന്നത് എന്താ? അതിൻ്റെ ഫ്രീക്വൻസിയാണ് കാണിക്കുന്നത് കേട്ടോ. ഫ്രീക്വൻസി എന്ന് വെച്ചാൽ എന്തായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? നമ്പർ ഓഫ് ഓസിലേഷൻ പെർ സെക്കൻഡിൽ, ഒരു സെക്കൻഡിൽ എത്ര മാത്രം ഓസിലേറ്റ് ചെയ്യുന്നുണ്ട് എന്ന്. അപ്പോൾ ഈ 256 ഹെഡ്സ് എന്നൊക്കെ പറയുന്നത് എന്താവും അതിൻ്റെ അർത്ഥം? അതിൻ്റെ നമ്പർ ഓഫ് വൈബ്രേഷൻസ് ആണ് കാണിക്കുന്നത് കേട്ടോ പെർ സെക്കൻഡിൽ. ഒരു സെക്കൻഡിൽ ഈ 256 ഹെഡ്സ് ഉള്ള ട്യൂണിംഗ് ഫോർക്ക് 256 ടൈംസ് വൈബ്രേറ്റ് ചെയ്യും. അപ്പോൾ 512 ഹെഡ്സ് ഉള്ള ട്യൂണിംഗ് ഫോർക്ക് ആണെങ്കിലോ 512 ടൈംസ് അത് വൈബ്രേറ്റ് ചെയ്യും കേട്ടോ. ദ മാർക്കിംഗ് ഓൺ ട്യൂണിംഗ് ഫോർക്ക് ഇൻഡിക്കേറ്റ് ദ ഫ്രീക്വൻസി ഓഫ് ട്യൂണിംഗ് ഫോർക്ക്. അപ്പോൾ മാർക്കിംഗ് എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഞാൻ പറഞ്ഞത് ട്യൂണിംഗ് ഫോർക്കിൻ്റെ ഫ്രീക്വൻസി ആണ് കേട്ടോ. ഇനി ഇവർ പറയുന്നത് എക്സൈറ്റ് ട്യൂണിംഗ് ഫോർക്ക് ഓഫ് ഡിഫറെൻറ്റ് ഫ്രീക്വൻസി ഇൻ എ സിമിലർ മാനർ ആൻഡ് ലിസൺ ടു ദ സൗണ്ട്. അപ്പോൾ ഇവരെന്താ പറയണത്? ഈ പലതരം ട്യൂണിംഗ് ഫോർക്ക് നമ്മൾ പിക്ചറിൽ കണ്ടില്ലേ? ആ ഡിഫറെൻറ്റ് ഫ്രീക്വൻസിയിലുള്ള പലതരം ട്യൂണിംഗ് ഫോർക്കും സിമിലർ മാനർ, അതായത് ഒരേപോലെ നമ്മൾ എന്ത് ചെയ്യാണ്? അതിനൊന്ന് എക്സൈറ്റ് ചെയ്യിപ്പിക്കുകയാണ് കേട്ടോ. അതൊന്ന് തട്ടി നോക്കുകയാണ്. അപ്പോൾ ലിസൺ ടു ദ സൗണ്ട്. അപ്പോൾ നമുക്കൊരു സൗണ്ട് കേൾക്കാം, ഒരു വൈബ്രേറ്റിംഗ് സൗണ്ട് കേൾക്കാം കേട്ടോ. അത് കേൾക്കാനാണ് അവർ പറയുന്നത്. ഡു യു ഫീൽ എനി ഡിഫറൻസ്? എന്തെങ്കിലും ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ടോ? ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. ക്ലാസ്സിൽ ചെയ്യിപ്പിക്കുമ്പോൾ അവർ ട്യൂണിംഗ് ഫോർക്ക് തരും. അപ്പോൾ ഇത് വെച്ചിട്ട് ഈ 256ൻ്റെ 512 ഒക്കെ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് സൗണ്ടിലും ഡിഫറൻസ് ഫീൽ ചെയ്യും. കാരണം എന്താ? അതിൻ്റെ നമ്പർ ഓഫ് വൈബ്രേഷൻ അല്ലെങ്കിൽ നമ്പർ ഓഫ് ഫ്രീക്വൻസി വ്യത്യാസപ്പെടുന്നതിനനുസരിച്ചിട്ട് അതിൻ്റെ സൗണ്ടിലും ഓരോന്നിൻ്റെ സൗണ്ടിലും നമുക്ക് വ്യത്യസ്തത ഫീൽ ചെയ്യും കേട്ടോ. ഇനി നോട്ട് ദ ഫ്രീക്വൻസി മാർക്ക്ഡ് ഓൺ ഈച്ച് ഓഫ് ദം. അതിൻ്റെ ഫ്രീക്വൻസി മാർക്ക് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈസ് ഇൻ ദ ഡിഫറൻസ് ഇൻ ദ ഫ്രീക്വൻസി ദ റീസൺ ഫോർ ദ ഡിഫറൻസ് ഇൻ സൗണ്ട് ഹിയർ. അപ്പോൾ ഒരു ചോദിക്കുന്നുണ്ട് ഡിഫറൻസ് ഫ്രീക്വൻസിയിലുണ്ടായ ഡിഫറൻസ് ആണോ സൗണ്ടിൽ ഡിഫറൻസ് വരുത്തിയത്? യെസ് അല്ലേ? അതെ. ഡിഫറൻസ് സൗണ്ടിൽ ഡിഫറൻസ് വരുത്താനായിട്ടുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഡിഫറൻറ്റ് ഫ്രീക്വൻസിയിൽ ഉണ്ടാവുന്ന വ്യത്യാസം തന്നെയാണ് കേട്ടോ. ഫൈൻഡ് ദ നമ്പർ ഓഫ് ടൈംസ് ഈച്ച് ട്യൂണിംഗ് ഫോർക്ക് വൈബ്രേറ്റ് ഇൻഡിപെൻഡൻ്റ്ലി ഇൻ 1 സെക്കൻഡ് യൂസിങ് ദ ICT ഫെസിലിറ്റി കേട്ടോ. അപ്പോൾ ICT ഫെസിലിറ്റി ഓഡിയോ ഫ്രീക്വൻസി കൗണ്ടർ വെച്ചിട്ട് നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറയണത്? എത്ര ടൈംസ് ഒരു ട്യൂണിംഗ് ഫോർക്ക് വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട് ഒരു സെക്കൻഡിൽ എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് എത്ര ടൈം വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാനാണ് കേട്ടോ പറയണത്. അപ്പോൾ 256 ഹെഡ്സ് എന്ന് എഴുതിയിട്ടുള്ള ട്യൂണിംഗ് ഫോർക്ക് ആകുമ്പോൾ അത് 256 ടൈംസ് കേട്ടോ വൈബ്രേറ്റ് ചെയ്യും പെർ സെക്കൻഡിൽ കേട്ടോ. അപ്പോൾ 512 ഹെഡ്സ് ഉള്ള ഫ്രീക്വൻസി എന്ന് എഴുതിയിട്ടുള്ള ട്യൂണിംഗ് ഫോർക്ക് ആണെങ്കിൽ അത് 512 ടൈംസ് സെക്കൻഡിൽ വൈബ്രേറ്റ് ചെയ്യും കേട്ടോ. അത് നമുക്ക് ICT ഫെസിലിറ്റി വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ കണ്ടുപിടിക്കാനായിട്ട് പറ്റുമെന്നാണ് അവർ പറയുന്നത്. When an object vibrates freely, it vibrates its innate frequency. This is the natural frequency of the object. അപ്പോൾ എന്താണ് നാച്ചുറൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത്? ഒരു ഒബ്ജക്റ്റ് ഫ്രീ ആയിട്ട് വൈബ്രേറ്റ് ചെയ്യണം, അതായത് അത് ഫ്രീ ആയിട്ട് വൈബ്രേറ്റ് ചെയ്യണം. ഇറ്റ് വൈബ്രേറ്റ് ഇൻ ഇറ്റ്സ് ഇന്നേറ്റ് ഫ്രീക്വൻസി. അതിന് ഇന്നേറ്റ് ഫ്രീക്വൻസിന് എന്താ? നമുക്ക് അതിന് സ്വന്തമായിട്ടുള്ള ഒരു ഫ്രീക്വൻസി ഉണ്ടായിരിക്കും. ഇന്നേറ്റ് ആയിട്ടുള്ള ഒരു ഫ്രീക്വൻസി ഉണ്ട്. അതിൻ്റേതായിട്ടുള്ള ഒരു ഫ്രീക്വൻസി ഉണ്ടായിരിക്കും. ആ ഒരു ഫ്രീക്വൻസിയിൽ അത് ഫ്രീ ആയിട്ട് വൈബ്രേറ്റ് ചെയ്യുക വെച്ചെങ്കിൽ ആ ഒരു ഫ്രീക്വൻസിയിലായിരിക്കും അത് വൈബ്രേറ്റ് ചെയ്യുക. ദിസ് ഈസ് ദ നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ദ
ഒബ്ജക്റ്റ് കേട്ടോ. അതാണ് നമ്മുടെ ഒരു ഒബ്ജക്റ്റിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസി കേട്ടോ. അപ്പോൾ അത് സ്വന്തമായിട്ട് വൈബ്രേറ്റ് ചെയ്യാണ്, അത് ഒറ്റയ്ക്ക് വൈബ്രേറ്റ് ചെയ്യാണ്, വേറെ ഒന്നിൻ്റെ എക്സ്റ്റേണൽ ഒബ്ജക്റ്റ് ഒന്നും കൂടാണ്ട് അത് സ്വന്തമായിട്ട് വൈബ്രേറ്റ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇറ്റ് വൈബ്രേറ്റ് ഇറ്റ്സ് ഇനേറ്റ് ഫ്രീക്വൻസി കേട്ടോ. അപ്പോൾ അതിൽ ഇനേറ്റ് ഫ്രീക്വൻസിയിൽ അത് വൈബ്രേറ്റ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ദാറ്റ് ഒബ്ജക്റ്റ് എന്ന് പറയാം കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് ഇനി നാച്ചുറൽ ഫ്രീക്വൻസി, ഒരു ഒബ്ജക്റ്റിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസിനെ എന്തൊക്കെ ഫാക്ടേഴ്സാണ് ഡിപ്പെൻഡ് ചെയ്യണമെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ലെങ്ത് ഓഫ് ദ ഒബ്ജക്റ്റ്. എന്താണ് അപ്പോൾ ലെങ്ത് ഓഫ് ദ ഒബ്ജക്റ്റിൻ്റെ ലെങ്ത്ത് മാറുന്നതിനും കുറയണതിനൊക്കെ അനുസരിച്ചിട്ട് നമ്മൾ ഈ നാച്ചുറൽ ഫ്രീക്വൻസിയിൽ ഡിഫറൻസ് വരും. സൈസ് ഓഫ് ദ ഒബ്ജക്റ്റിൻ്റെ സൈസ് മാറുന്നതിനനുസരിച്ചും നാച്ചുറൽ ഫ്രീക്വൻസിയിൽ വ്യത്യാസം വരും കേട്ടോ. പിന്നെന്താ പറയുന്നത്, ഇലാസ്റ്റിസിറ്റി മാറുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ ഒബ്ജക്റ്റിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസിയിൽ വ്യത്യാസം വരും. ആൻഡ് നാച്ചർ ഓഫ് ദ മെറ്റീരിയലിൻ്റെ ടൈപ്പ് മാറുന്നതിനനുസരിച്ചിട്ട് ഇപ്പോൾ എന്താ പറയുക, ഇരുമ്പിനുണ്ടാവുന്ന നാച്ചുറൽ ഫ്രീക്വൻസി ആയിരിക്കില്ല വേറെ മെറ്റൽസിന് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ അങ്ങനെ ഓരോ മെറ്റീരിയൽസിൻ്റെ നാച്ചറിന് അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ചേഞ്ച് ഇൻ എനി വൺ ഓഫ് ദീസ് ഫാക്ടേഴ്സ് വിൽ എഫക്ട് ദ നാച്ചുറൽ ഫ്രീക്വൻസി. അപ്പോൾ ഈ ഒരു 4 ഫാക്ടേഴ്സ് തന്നിട്ടില്ല, അതിലേതെങ്കിലും ഒരെണ്ണം തന്നെ വ്യത്യാസപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, നമ്മുടെ നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ദ ഒബ്ജക്റ്റിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസിയിൽ ചേഞ്ച് വരും എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഒന്നും കൂടി നോക്കുക, എന്തൊക്കെ ഫാക്ടേഴ്സാണ്, ലെങ്ത് ഓഫ് ദ ഒബ്ജക്റ്റ്, സൈസ് ഓഫ് ദ ഒബ്ജക്റ്റ്, ഇലാസ്റ്റിസിറ്റി, നാച്ചർ ഓഫ് ദ മെറ്റീരിയൽ കേട്ടോ പഠിക്കണം. ഡു ഓൾ ദ ഒബ്ജക്റ്റ് വൈബ്രേറ്റ് ഓൺലി ഇൻ ദയർ നാച്ചുറൽ ഫ്രീക്വൻസി. അപ്പോൾ നമ്മൾ നാച്ചുറൽ ഫ്രീക്വൻസി എന്താണെന്ന് കണ്ടു അല്ലേ, ഇന്നേറ്റ് ഫ്രീക്വൻസിയിൽ വൈബ്രേറ്റ് ചെയ്യും, ഫ്രീ ആയിട്ട് വൈബ്രേറ്റ് ചെയ്യുമ്പോൾ കേട്ടോ. അപ്പോൾ ആ നാച്ചുറൽ ഫ്രീക്വൻസിയിൽ മാത്രമാണ് ഒരു ഒബ്ജക്റ്റ് വൈബ്രേറ്റ് ചെയ്യുകയെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിന് ആൻസർ നമുക്കിനി ഇനിയുള്ള ഭാഗങ്ങളിൽ നോക്കാം കേട്ടോ. അപ്പോൾ എന്താ പറയുന്നത്, ഫോഴ്സ്ഡ് വൈബ്രേഷൻ ആൻഡ് റെസണൻസ് കേട്ടോ. ഫോഴ്സ്ഡ് വൈബ്രേഷൻ ആൻഡ് റെസണൻസ് ആണ് ഞാൻ അടുത്തെടുക്കാൻ പോകുന്നത്. ഹാവ് യു എവർ ഫെൽറ്റ് ദ വൈബ്രേഷൻ ഓഫ് ദ ടേബിൾ വെൻ എ മിക്സി കെപ്റ്റ് ഓൺ ടേബിൾ വർക്ക്സ്. അതായത് നിങ്ങൾ ഒരു മിക്സി നമ്മൾ ടേബിളിൽ വെച്ചിട്ട് വർക്ക് ചെയ്യിപ്പിക്കുകയെന്ന് വിചാരിക്കുക. അപ്പോൾ ടേബിൾ ഒരു വൈബ്രേഷൻ നമുക്ക് ഫീൽ ചെയ്യില്ലേ. ഇപ്പോൾ അമ്മ ടേബിളിൽ വെച്ചിട്ട് മിക്സി വർക്ക് ചെയ്യിപ്പിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അടുത്ത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ആ ഒരു ടേബിളിൻ്റെ അടുത്ത് നമ്മൾ ഇരിക്കുന്നുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്കൊരു വൈബ്രേഷൻ, ടേബിളിൽ നിന്നൊരു വൈബ്രേഷൻ ഫീൽ ചെയ്യൂലേ. അത് എന്തുകൊണ്ടായിരിക്കും, ടേബിളിന്മേൽ നമ്മൾ മിക്സി വെച്ചിട്ടുണ്ട് അല്ലേ, മിക്സി വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ഈ ടേബിളും ഒപ്പം വൈബ്രേറ്റ് ചെയ്യുകയല്ല ചെയ്യണത്. അപ്പോൾ അതാണ് കേട്ടോ അവിടെ സംഭവിക്കുന്നത്. ഇനി ഇവർ പറയുന്നുണ്ട്, എക്സൈറ്റ് എ ട്യൂണിംഗ് ഫോർക്ക് ആൻഡ് ലിസൺ ടു ഇറ്റ്. അതായത് ഒരു ട്യൂണിംഗ് ഫോർക്ക് എക്സൈറ്റ് ചെയ്യിപ്പിച്ചിട്ട് നിങ്ങൾ അതൊന്ന് കേൾക്കാനാണ് പറയുന്നത്. വാട്ട് ഈസ് ദ ചേഞ്ച് ഇൻ ദ സൗണ്ട് ഹിയർ വെൻ ദ സ്റ്റെം ഓഫ് ദ എക്സൈറ്റഡ് ട്യൂണിംഗ് ഫോർക്ക് ഈസ് പ്രസ്ഡ് ഓൺ ദ ടേബിൾ. അപ്പോൾ ഇവിടെ നോക്കി, നമ്മൾ ട്യൂണിംഗ് ഫോർക്ക് എക്സൈറ്റ് ചെയ്യിപ്പിച്ചിട്ട് ഈ കുട്ടിയുടെ ഇതിൻ്റെ സ്റ്റെം എന്ത് ചെയ്തിട്ടുണ്ട്, ടേബിളിന്മേൽ ഇങ്ങനെ കുത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ സ്റ്റെം എടുത്തിട്ട് ടേബിളിന്മേൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവരെന്താ പറയണത്, വാട്ട് കുഡ് ബി ദ റീസൺ ഫോർ ദ സൗണ്ട് ബീങ് ലൗഡർ. അപ്പോൾ ഇങ്ങനെ വെക്കുമ്പോൾ നമുക്കൊരു സൗണ്ട് ലൗഡറായിട്ട് കേൾക്കുന്നുണ്ട്, അതിൻ്റെ കാരണം എന്താണെന്നാണ് ചോദിക്കണം. അപ്പോൾ അതിൻ്റെ കാരണമാണ് ഈ യെല്ലോ ബോക്സിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് നോക്കി, ഇൻ ദിസ് കേസ് ദ സൗണ്ട് ബിക്കം ലൗഡർ ബിക്കോസ് ദ ടേബിൾ ഓൾസോ വൈബ്രേറ്റ് അലോങ് വിത്ത് ദ ട്യൂണിംഗ് ഫോർക്ക്. അപ്പോൾ എന്താ പറയുന്നത്, ഈ ട്യൂണിംഗ് ഫോർക്കിൻ്റെ സ്റ്റെമ്മ് നമ്മൾ എന്ത് ചെയ്യും, ഈ ടേബിളിന്മേൽ കുത്തി വെച്ചപ്പോൾ ഈ ട്യൂണിംഗ് ഫോർക്ക് വൈബ്രേറ്റ് ചെയ്യുമല്ലോ. അപ്പോൾ ആ വൈബ്രേഷൻ മൂലം എന്ത് സംഭവിക്കും, ഈ ടേബിളും ഒപ്പം വൈബ്രേറ്റ് ചെയ്യൂട്ടോ. അപ്പോൾ സൗണ്ട് ബിക്കം ലൗഡർ ബിക്കോസ് ടേബിൾ ഓൾസോ വൈബ്രേറ്റഡ് അലോങ് വിത്ത് ദ ട്യൂണിംഗ് ഫോർക്ക്. അപ്പോൾ ട്യൂണിംഗ് ഫോർക്കിൻ്റെ ഒപ്പം തന്നെ ആര് വൈബ്രേറ്റ് ചെയ്യാണ്, നമ്മുടെ ടേബിൾ വൈബ്രേറ്റ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ട്യൂണിംഗ് ഫോർക്കാണ് ആദ്യം വൈബ്രേറ്റ് ചെയ്ത ആൾ. ആ വൈബ്രേറ്റ് ചെയ്ത ആളിനെ കൊണ്ടുപോയിട്ട് നമ്മൾ ഈ ടേബിളിൽ വെച്ചപ്പോൾ ഈ ടേബിൾ ഓൾസോ വൈബ്രേറ്റ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് 2 വൈബ്രേഷൻ കൂടിയപ്പോൾ സൗണ്ട് നമുക്ക് ഒന്നുകൂടി ലൗഡറായിട്ട് കേൾക്കാനായിട്ട് പറ്റി. അപ്പോൾ ഫോഴ്സ്ഡ് വൈബ്രേഷൻ, ഈ ഒരു ടൈപ്പ് ഓഫ് വൈബ്രേഷനെ പറയുന്ന പേരാണ് ഫോഴ്സ്ഡ് വൈബ്രേഷൻ. അപ്പോൾ എന്താണ് ഫോഴ്സ്ഡ് വൈബ്രേഷൻ നോക്കാം. Forced vibration is the vibration of an object induced by an external vibrating object. അപ്പോൾ എന്താ ഫോഴ്സ്ഡ് വൈബ്രേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോഴ്സ്ഡ് വൈബ്രേഷൻ ഈസ് ദ വൈബ്രേഷൻ ഓഫ് എൻ ഒബ്ജക്റ്റ് ഇൻഡ്യൂസ്ഡ് ബൈ ആൻ എക്സ്റ്റേണൽ വൈബ്രേറ്റിംഗ് ഒബ്ജക്റ്റ്. അതായത് നമ്മളൊരു എക്സ്റ്റേണൽ വൈബ്രേറ്റിംഗ് ഒബ്ജക്റ്റ് വെച്ചിട്ട് വേറൊരു ഒബ്ജക്റ്റിനെ വൈബ്രേറ്റ് ചെയ്യിപ്പിക്കുകയാണ്. അതിനെയാണ് ഫോഴ്സ്ഡ് വൈബ്രേഷൻ അല്ലേ, ഫോഴ്സ് ചെയ്തിട്ട് വൈബ്രേറ്റ് ചെയ്യിപ്പിക്കുക. ഒരാൾ വൈബ്രേറ്റ് ചെയ്യുന്നില്ല, പക്ഷേ വേറൊരു വൈബ്രേറ്റ് ചെയ്യണ ഒബ്ജക്റ്റിനെ, ഒരു എക്സ്റ്റേണൽ ഒബ്ജക്റ്റിനെ വെച്ചിട്ട് ആ ഒരു വൈബ്രേറ്റ് ചെയ്യാത്ത ആളെ കൂടി വൈബ്രേറ്റ് ചെയ്യിപ്പിക്കുക. അതാണ് കേട്ടോ ഇവിടെ നടക്കുന്നത് ഫോഴ്സ്ഡ് വൈബ്രേഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ട്യൂണിംഗ് ഫോർക്കാണ് ഇവിടെ വൈബ്രേറ്റ് ചെയ്യണം. ആ വൈബ്രേറ്റ് ചെയ്യുന്ന ആളെ കൊണ്ട് ടേബിൾ അവിടെ വെറുതെ ഇരിക്കുകയായിരുന്നു. ആ വെറുതെ ഇരിക്കുന്ന ആളുടെ മേലെ കൊണ്ടുപോയിട്ട് നമ്മൾ ഈ വൈബ്രേറ്റ് ചെയ്യുന്ന ട്യൂണിംഗ് ഫോർക്ക് വെച്ചപ്പോൾ എന്ത് ചെയ്തു, ഈ ലേബിളും കൂടി ഓൾസോ വൈബ്രേറ്റ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇവിടെ ഒരു ഫോഴ്സ്ഡ് വൈബ്രേഷനാണ് ഇവിടെ നടത്തിയത്. ട്യൂണിംഗ് ഫോർക്ക് വെച്ചിട്ട് നമ്മൾ ഈ ടേബിളിനെ ഫോഴ്സ് ചെയ്തിട്ട് വൈബ്രേറ്റ് ചെയ്യിപ്പിച്ചു കേട്ടോ. അതാണ് ഫോഴ്സ്ഡ് വൈബ്രേഷൻ.
ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കണം. ഇനി ഒബ്സർവ് ദ ഫിഗർ 1.5a. 1.5a നോക്കാനാണെന്നല്ലേ, കുറച്ച് ഹാക്സോ ബ്ലേഡുകൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ റെഡ് കളറിലും ബ്ലൂ കളറിലും. അപ്പോൾ എന്താണെന്ന് നോക്കാം. Try the activities given below using the device in which two set of 3 identical hacksaw blades, each of the length about 13 cm and 17 cm, are fixed between two wooden blocks. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്, കുറച്ച് ഹാക്സോ ബ്ലേഡ് അല്ലേ, കുറച്ച് ഹാക്സോ ബ്ലേഡ് എടുത്തിട്ട് നമ്മൾ ഒരു മരത്തിൻ്റെ കട്ടയിൽ ഇങ്ങനെ കുത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ലെങ്ത്ത് നോക്ക്, 13 സെൻറ്റിമീറ്ററും 17 സെൻറ്റിമീറ്ററുമാണ് ഓരോന്നിനും വരുന്നത്. അതായത് ഈ ചെറുത് കേട്ടോ, ഈ ബ്ലൂ കളറിലുള്ളതൊക്കെ നമുക്ക് 13 സെൻറ്റിമീറ്റർ ലെങ്ത്തിലും ആൻഡ് ഈ റെഡ് കളറിലുള്ളത് 17 സെൻറ്റിമീറ്റർ ലെങ്ത്തിലാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ബ്ലൂ കളറിലുള്ളത് 13ഉം റെഡ് കളറിൽ 17 സെൻറ്റിമീറ്റർ. അപ്പോൾ അതിന് എന്താ മനസ്സിലാക്കുന്നത്, ലെങ്ത്ത് രണ്ടിൻ്റെയും വ്യത്യാസമാണ് കേട്ടോ. അപ്പോൾ ബ്ലൂ കളറിലുള്ള എല്ലാ ഹാക്സോ ബ്ലേഡിനും 13 സെൻറ്റിമീറ്ററും റെഡ് കളറിനുള്ള എല്ലാതിനും 17 സെൻറ്റിമീറ്ററുമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. Excite the hacksaw blade A by tapping with your finger what you observe. അപ്പോൾ എന്താ പറയുന്നത്, ഹാക്സോ ബ്ലേഡ് എ എന്ന് പറയുന്ന ഹാക്സോ ബ്ലേഡിന് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഫിംഗർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യണം. വാട്ട് യു ഒബ്സർവ്. അപ്പോൾ ഇവർ കൊടുത്തിട്ടുണ്ട് ഓപ്ഷൻസ് കേട്ടോ. ഓൾ ബ്ലേഡ്സ് വൈബ്രേറ്റ്, ഓൺലി എ വൈബ്രേറ്റ്. എന്താ നിങ്ങൾക്ക് തോന്നുന്നത്, എനെ കൊണ്ട് വൈബ്രേറ്റ് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ എ മാത്രമാണ് വൈബ്രേറ്റ് ചെയ്യുക? അല്ല അല്ലേ, ഓൾ ബ്ലേഡ്സ് വൈബ്രേറ്റ്. നമ്മൾ പറഞ്ഞില്ലേ ഫോഴ്സ്ഡ് വൈബ്രേഷൻ അവിടെ വർക്ക് ചെയ്യും. കാരണം എ വൈബ്രേറ്റ് ചെയ്യുക വെച്ചെങ്കിൽ ഈ എ വെച്ചിട്ടുള്ള ഈ വുഡൻ ഇതിലാണ് ബാക്കിയുള്ള ഹാക്സോ ബ്ലേഡ്സ് ഒക്കെ ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് എ വൈബ്രേറ്റ് ചെയ്യണതിൻ്റെ ഫലമായിട്ട് ഓൾ ബ്ലേഡ്സ് ഇട്ട് അതിലുള്ള ബാക്കി എല്ലാ ബ്ലേഡ്സും വൈബ്രേറ്റ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ ചോദിക്കുന്നുണ്ട്, അപ്പോൾ ഓൾ ബ്ലേഡ്സ് വൈബ്രേറ്റ് ചെയ്യും കേട്ടോ. ആർ ഓൾ ദ ബ്ലേഡ്സ് വൈബ്രേറ്റിംഗ് വിത്ത് സെയിം ആംപ്ലിറ്റ്യൂഡ്. അതായത് എല്ലാ ബ്ലേഡ്സും സെയിം ആംപ്ലിറ്റ്യൂഡിലാണോ വൈബ്രേറ്റ് ചെയ്യാമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആണോ? അല്ല അല്ലേ, നോ എന്ന് ചെയ്തട്ടോ. എല്ലാ ബ്ലേഡ്സും സെയിം ആംപ്ലിറ്റ്യൂഡിലല്ല കേട്ടോ വൈബ്രേറ്റ് ചെയ്യാം. വിച്ച് ഓഫ് ദം വൈബ്രേറ്റ് വിത്ത് മാക്സിമം ആംപ്ലിറ്റ്യൂഡ്. അപ്പോൾ ഏതായിരിക്കും മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ വൈബ്രേറ്റ് ചെയ്യുക? എ തന്നെയാണ് നമ്മളിവിടെ ടാപ്പ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഏതൊക്കെ ആയിരിക്കും മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ വൈബ്രേറ്റ് ചെയ്യുക? അപ്പോൾ എനെ നമ്മൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ സെയിം ലെങ്ത് ഉള്ള ഹാക്സോ ബ്ലേഡ്സ് ഒക്കെ മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ വൈബ്രേറ്റ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഇവിടെ നോക്കിയേ, എക്ക് സിമിലർ ആയിട്ടുള്ള എക്കൊപ്പം ലെങ്ത് ഉള്ള ബാക്കിയുള്ളത് ഏതൊക്കെയാ സിയും ഇയും അല്ലേ. അപ്പോൾ എയും സിയും ഇയും കേട്ടോ, എയും സിയും ഇയും. അതായത് ബ്ലൂ കളറിലുള്ള ബ്ലൂ കളറാണ്. അപ്പോൾ ആ ബ്ലൂ കളറിലുള്ള ഹാക്സോ ബ്ലേഡിനെ നമ്മൾ ടാപ്പ് ചെയ്തപ്പോൾ ബാക്കിയുള്ള സിയും ഇയും മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ കേട്ടോ, മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ വൈബ്രേറ്റ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. After all the blades have stopped vibrating, excite B and record the observation in the science diary. അപ്പോൾ എന്താ പറയണത്, ഇനി എല്ലാ ബ്ലേഡ്സും വൈബ്രേറ്റ് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്തു കേട്ടോ. ഇനി നമ്മൾ എന്ത് ചെയ്യണം, എക്സൈറ്റ് ബി. അപ്പോൾ ബീനെയാണ് പിന്നെ നമ്മൾ വൈബ്രേറ്റ് ചെയ്യിപ്പിക്കുന്നത് കേട്ടോ. അപ്പോൾ ബീനെ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക നോക്കാം. അപ്പോൾ ഇനി ബീനെയാണ് വൈബ്രേറ്റ് ചെയ്യുന്നത്, ബാക്കിയെല്ലാ ബ്ലേഡിനെയും അവിടെ വെച്ചിട്ട് ബീനെയാണ് നമ്മൾ വൈബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്താ സംഭവിക്കുക എന്നാണ് ചോദിക്കുന്നത്. ബി വൈബ്രേറ്റ് ചെയ്യുമ്പോൾ മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ ഏതൊക്കെയായിരിക്കും വൈബ്രേറ്റ് ചെയ്യുക? ബീന് സെയിം ലെങ്ത് ഉള്ളത് അല്ലേ, ബീൻ്റെ പോലത്തെ ലെങ്ത് ഉള്ളത്, ബീൻ്റെ സെയിം ലെങ്ത് ഉള്ളത് ഏതൊക്കെയാണ്? ഡിയും എഫും അല്ലേ, ബി ഡി എഫ്. അപ്പോൾ ഈ മൂന്നെണ്ണമാണ് മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ വൈബ്രേറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ബി ഡി എഫ് വൈബ്രേറ്റ് ഹയർ ആംപ്ലിറ്റ്യൂഡ് കേട്ടോ. അപ്പോൾ ബി ഡി എഫ് കേട്ടോ, ബി ഡി ആൻഡ് എഫ് കേട്ടോ. അവിടെ ബി ഡി എഫ് മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ വൈബ്രേറ്റ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. ഇനി ഇവിടെ ചോദിച്ചിട്ടുണ്ട്, വെൻ ദ ബ്ലേഡ് എ വൈബ്രേറ്റ് വൈ വുഡ് ദ ഹാക്സോ ബ്ലേഡ് സി ആൻഡ് ഇ വൈബ്രേറ്റ് വിത്ത് മാക്സിമം ആംപ്ലിറ്റ്യൂഡ്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും എ വൈബ്രേറ്റ് ചെയ്തപ്പോൾ സിയും ഇയും ഹാക്സോ ബ്ലേഡ് വൈബ്രേറ്റ് വിത്ത് മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ വൈബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കുക എന്ന് നമ്മൾ ചോദിക്കണത് കേട്ടോ. എന്തുകൊണ്ടായിരിക്കും വൈബ്രേറ്റ് ചെയ്തിട്ടുണ്ടാവുക? എ വൈബ്രേറ്റ് ചെയ്തപ്പോൾ സിയും ഇയും എന്തുകൊണ്ടായിരിക്കും മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ വൈബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കുക എന്നാണ് ചോദ്യം. അപ്പോൾ ഇവിടെ നോക്കിയേ, ഇവിടെ അതിനുള്ള ആൻസർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. സിൻസ് ദ നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് സി ആൻഡ് ഇ ആർ ഈക്വൽ ടു ദ നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് എ. അപ്പോൾ എന്താ പറയണത്, ഈ എ വൈബ്രേറ്റ് ചെയ്തപ്പോൾ ഈ എൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസിക്ക് സിമിലർ ആയിട്ടുള്ള നാച്ചുറൽ ഫ്രീക്വൻസിയാണ് ആർക്കൊക്കെ ഉള്ളത്? സിക്കും ഇക്കും. അപ്പോൾ അതെന്ത് ചെയ്തു, സെയിം നാച്ചുറൽ ഫ്രീക്വൻസി ആയിട്ടുള്ളത് കൊണ്ട് തന്നെ അത് മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ വൈബ്രേറ്റ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ.
അപ്പോൾ നോക്കാം, ഇഫ് ദ നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ദ ഫോഴ്സിങ് ഒബ്ജക്റ്റ് ആൻഡ് ദാറ്റ് ഓഫ് ദ ഫോഴ്സ്ഡ് ഒബ്ജക്റ്റ് ആർ ഈക്വൽ. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്, നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ഫോഴ്സിങ് ഒബ്ജക്റ്റ്. അപ്പോൾ ഏതോ ഫോഴ്സ് ചെയ്യണ ഒബ്ജക്റ്റിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസിക്ക് ഈക്വൽ ആണ് ഫോഴ്സ്ഡ് ഒബ്ജക്റ്റ്. അതായത് ഏതിനെയാണോ നമ്മൾ ഫോഴ്സ് ചെയ്യണത് ആ ഒബ്ജക്റ്റും ഫോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒബ്ജക്റ്റിൻ്റെയും നാച്ചുറൽ ഫ്രീക്വൻസി സെയിം ആണെങ്കിൽ എന്താ സംഭവിക്കുക, ദ ഒബ്ജക്റ്റ് ആർ സെഡ് ടു ബി ഇൻ റെസണൻസ്. അപ്പോൾ എന്താ പറയുക, ഒബ്ജക്റ്റ് നമുക്ക് റെസണൻസിലാണെന്ന് പറയാൻ പറ്റും. ദ ഒബ്ജക്റ്റ് അണ്ടർഗോയിങ് റെസണൻസ് വിൽ വൈബ്രേറ്റ് വിത്ത് മാക്സിമം ആംപ്ലിറ്റ്യൂഡ്. അപ്പോൾ ഇവിടെ റെസണൻസ് സംഭവിച്ചുകൊണ്ടാണ് എന്ത് സംഭവിച്ചത്, മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ ഇത് വൈബ്രേറ്റ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. അപ്പോൾ ഇതിനുള്ള ആൻസർ ആണിത്. എന്തുകൊണ്ട് എ വൈബ്രേറ്റ് ചെയ്തപ്പോൾ സിയും ഇയും മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ വൈബ്രേറ്റ് ചെയ്തു. എന്തുകൊണ്ടാണ്, കാരണം എയും സിയും ഇയും ഒക്കെ ഇവിടെ സെയിം ലെങ്ത് ആണല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നാച്ചുറൽ ഫ്രീക്വൻസി സെയിം ആണ് എക്കും സിക്കും ഇക്കും. അപ്പോൾ എക്ക് സിമിലർ ആയിട്ടുള്ള നാച്ചുറൽ ഫ്രീക്വൻസിയാണ് ഈ സിക്കും ഇക്കും ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് സംഭവിച്ചു, അവർ മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ വൈബ്രേറ്റ് ചെയ്തു കേട്ടോ. അത് റെസണൻസ് ആണ് കേട്ടോ. അപ്പോൾ ആ ഒരു ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് നമുക്ക് റെസണൻസിലാണെന്ന് പറയാൻ പറ്റും. എപ്പോൾ നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ദ ഫോഴ്സിങ് ഒബ്ജക്റ്റ് ആൻഡ് ദാറ്റ് ഓഫ് ദ ഫോഴ്സ്ഡ് ഒബ്ജക്റ്റ് കേട്ടോ. അതായത് ഫോഴ്സ് ചെയ്യണ ഒബ്ജക്റ്റും ഫോഴ്സ്ഡ് ഒബ്ജക്റ്റിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസി ഇവിടെ സെയിം ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് സംഭവിച്ചു, ഈ ഒബ്ജക്റ്റ് ഒക്കെ റെസണൻസിലാവുകയും ചെയ്തു. അതുപോലെ തന്നെ മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ വൈബ്രേറ്റ് ചെയ്യാനും സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, ഇനി ഇവിടെ ഒരു ആക്ടിവിറ്റി വരുന്നുണ്ട് കേട്ടോ. ഇമേഴ്സ് എ വാട്ടർ പി വി സി പൈപ്പ് ഓഫ് എബൌട്ട് 50 സെൻറ്റിമീറ്റർ ലെങ്ത് ആൻഡ് 4 സെൻറ്റിമീറ്റർ ഡയാമീറ്റർ. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്, ഒരു PVC പൈപ്പ് എടുക്കുക, 50 സെൻറ്റിമീറ്റർ ലെങ്ത്തും 4 സെൻറ്റിമീറ്റർ ഡയാമീറ്റർ ഉള്ള ഒരു PVC പൈപ്പ് അല്ലേ. ഈ ഒരു PVC പൈപ്പ് എടുത്തിട്ട് നമ്മളൊരു ബക്കറ്റിൽ വെള്ളം എടുത്തിട്ടുണ്ട്, അതിൽ മുക്കി വെക്കുകയാണ് കേട്ടോ. എന്നിട്ട് എന്താ ചെയ്യണത്, ഒരു ട്യൂണിംഗ് ഫോർക്ക് എടുത്തിട്ട് വൈബ്രേറ്റ് ചെയ്തിട്ട് ഈ PVC പൈപ്പിൽ അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് നമ്മളത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നോക്കുക, വേരി ദ ലെങ്ത് ഓഫ് ദ എയർ കോളം ഇൻസൈഡ് ദ പൈപ്പ് ബൈ ഗ്രാജുവലി റൈസിങ് ബോത്ത് ട്യൂണിംഗ് ഫോർക്ക് ആൻഡ് ദ പൈപ്പ്. അപ്പോൾ ഇവരെന്താ പറയണത്, നമ്മൾ എയർ കോളത്തിൻ്റെ ലെങ്ത്ത് വാരി ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താ പറയുന്നത്, ഇൻസൈഡ് ദ പൈപ്പ്, ഈ പൈപ്പിൻ്റെ ഉള്ളിൽ എയർ കോളം ഉണ്ട്, ഈ എയർ കോളത്തിൻ്റെ ലെങ്ത്ത് വാരി ചെയ്യാനാണ് പറയുന്നത്. എങ്ങനെ, ട്യൂണിംഗ് ഫോർക്കും അതുപോലെ തന്നെ പൈപ്പും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടൊക്കെ കേട്ടോ അതിൻ്റെ ലെങ്ത്ത് വാരി ചെയ്യാനാണ് പറയുന്നത്. ഡോണ്ട് യു ഹിയർ എ ലൗഡർ സൗണ്ട് അറ്റ് എ പെർട്ടിക്കുലർ സ്റ്റേജ്. അപ്പോൾ ഒരു പെർട്ടിക്കുലർ സ്റ്റേജ് എത്തിക്കുക, അതായത് നമ്മൾ ഈ PVC പൈപ്പ് കുറച്ച് കയറ്റിയിട്ടും ഇറക്കിയിട്ടൊക്കെ ഒന്ന് നോക്കുക. ഒരു പെർട്ടിക്കുലർ സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ, അതായത് നമ്മളൊരു പെർട്ടിക്കുലർ പൊസിഷനിൽ എത്തിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, എന്താണ് നിങ്ങൾ കേൾക്കണത്, നിങ്ങളൊരു സൗണ്ട് കേട്ടോ, ഒരു ലൗഡർ സൗണ്ട് നമുക്ക് കേൾക്കാനായിട്ട് പറ്റും. വാട്ട് വുഡ് ബി ദ റീസൺ ഫോർ ദിസ്. അപ്പോൾ എന്തായിരിക്കും ഇതിൻ്റെ കാരണം, റെക്കോർഡ് ഇൻ യുവർ സയൻസ് ഡയറി. അപ്പോൾ സയൻസ് ഡയറിയിൽ റെക്കോർഡ് ചെയ്യാൻ പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആൻസർ. എന്താ, എ ലൗഡ് സൗണ്ട് ഈസ് ഹിയർഡ് അറ്റ് എ സ്പെസിഫിക് എയർ കോളം ലെങ്ത് ബിക്കോസ് ദ റെസണൻസ് ആംപ്ലിഫൈസ് ദ ട്യൂണിംഗ് ഫോർക്ക് sound when the column's natural frequency matches the tuning fork frequency. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്, ഈ എയർ കോളത്തിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസി ഈ ട്യൂണിംഗ് ഫോർക്കിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസി ആയിട്ട് എന്തായി, സെയിം ആയി വന്നല്ലേ. ഒരു പെർട്ടിക്കുലർ സ്റ്റേജ് എത്തിയപ്പോൾ ദ നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് എയർ കോളം ബിക്കംസ് ഈക്വൽ ടു ദ ട്യൂണിംഗ് ഫോർക്കിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസിക്ക് സെയിം ആയി. അപ്പോൾ അവരെന്ത് ചെയ്തു, അവരെ റെസണൻസിലായി എന്ന് പറയാൻ പറ്റും അല്ലേ. അപ്പോൾ ആ റെസണൻസ് മൂലമാണ് നമുക്കിവിടെ എന്തായത്, ലൗഡ് സൗണ്ട് കേൾക്കാനായിട്ട് പറ്റിയത് കേട്ടോ. ഇനി ഇവിടെ കുറച്ച് അപ്ലിക്കേഷൻ ഓഫ് ഫോഴ്സ്ഡ് വൈബ്രേഷൻ ആൻഡ് റെസണൻസ് കേട്ടോ. അപ്ലിക്കേഷൻ ഓഫ് ഫോഴ്സ്ഡ് വൈബ്രേഷനും റെസണൻസും യൂസ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഏതൊക്കെ അപ്ലിക്കേഷൻസ് ആണെന്ന് നമുക്ക് നോക്കാം. MRI സ്കാനിങ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ അതിലൊക്കെ നമ്മൾ ഫോഴ്സ്ഡ് വൈബ്രേഷനും റെസണൻസും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. ആൻഡ് റേഡിയോ ട്യൂണിങ് കേട്ടോ, റേഡിയോ ട്യൂണിങ്ങിൽ ഉപയോഗിക്കുന്നുണ്ട്. ദ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ലൈക്ക് ഗിറ്റാർ, വയലിൻ, വീണ, ഹാർമോണിയം, മൃദംഗം, അതിലൊക്കെ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്, ഫോഴ്സ്ഡ് വൈബ്രേഷൻസ് റെസണൻസ് ഒക്കെ ഉപയോഗിച്ചിട്ട് വർക്ക് ചെയ്യണ ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് കേട്ടോ. പിന്നെ ക്യാൻ യു ഹിയർ ഈവൻ ദ ഫെയിൻറ്റസ്റ്റ് സൗണ്ട് ഓഫ് ഹാർട്ട് ബീറ്റ് വെൻ യു ലിസൺ ടു ഇറ്റ് യൂസിങ് എ സെതസ്കോപ്പ്. അപ്പോൾ അവരെന്താ പറയുന്നത്, നമ്മൾ ഡോക്ടർ സെതസ്കോപ്പ് വെച്ചിട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഹാർട്ട് ബീറ്റിൻ്റെ സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ടല്ലേ അല്ലേ. എ സെതസ്കോപ്പ് യൂസ്ഡ് ടു ലിസൺ ടു ഈവൻ ഫീബിൾ സൗണ്ട് ഇൻ ദ ബോഡി യൂട്ടിലൈസസ് ഫോഴ്സ്ഡ് വൈബ്രേഷൻ ആൻഡ് റെസണൻസ്. അപ്പോൾ സെതസ്കോപ്പിൽ ഈ ഫോഴ്സ്ഡ് വൈബ്രേഷനും റെസണൻസും വെച്ചിട്ടാണ് നമ്മുടെ ബോഡിയുടെ ഉള്ളിലുള്ളൊരു സൗണ്ട് നമുക്ക് ലിസൺ ചെയ്യാനായിട്ട് പറ്റണമെന്നാണ് പറയുന്നത് കേട്ടോ. പിന്നെ പറയുന്നത് നോക്കിയാൽ ഇൻ ഇൻസ്ട്രുമെൻറ്റ്സ് ലൈക്ക് മെഗാഫോൺസ്, ഹോൺസ്, മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് സച്ച് എസ് ട്രംപറ്റ്സ് ആൻഡ് നാഗസ്വരം. അപ്പോൾ അതിലൊക്കെ എന്തുപയോഗിക്കുന്നുണ്ട്,
മെഗാഫോൺസ്, ഹോൺസ്, അതുപോലെ ട്രംപറ്റ്സ്, നാഗസ്വരം, അതിലൊക്കെ നമ്മൾ ഈ റെസൊണൻസ് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ എത്ര എക്സാമ്പിൾസ് ഉണ്ട്? 1, 2, 5 എക്സാമ്പിൾസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ 5 എക്സാമ്പിൾസ് നോക്കി വയ്ക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് അപ്ലിക്കേഷൻസ് വരുന്നത്. ഇനി ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അതിൻ്റെ ആൻസർ ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഫ്രീക്വൻസി ഓഫ് സിമ്പിൾ പെൻഡുലം ഈസ് 1 Hz. വാട്ട് ഈസ് ഇറ്റ്സ് പീരീഡ്? അപ്പോൾ എന്താ ചോദിച്ചിരിക്കുന്നത്? ഫ്രീക്വൻസി, ഒരു സിമ്പിൾ പെൻഡുലത്തിൻ്റെ ഫ്രീക്വൻസി 1 Hz കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പീരീഡ് കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. ഫ്രീക്വൻസി 1 Hz ആണ് ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്രീക്വൻസി 1 Hz ആച്ചെങ്കിൽ പീരീഡ് എന്തായിരിക്കും? ഈ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടല്ലേ? പീരീഡ് T=1/f, അതായത് 1/ ഫ്രീക്വൻസി അല്ലേ? പീരീഡ് = 1/ ഫ്രീക്വൻസി എന്നുള്ള ഇക്വേഷൻ നമുക്കറിയാം. അപ്പോൾ ഫ്രീക്വൻസി ക്വസ്റ്റ്യനിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 1/1 അല്ലേ? 1/1 എന്ന് പറയുമ്പോൾ എത്ര വരും? 1 സെക്കൻഡ്. സോ ദ പീരീഡ് ഈസ് 1 സെക്കൻഡ് കേട്ടോ. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് ദ പെൻഡുലം ടേക്സ് 0.5 സെക്കൻഡ് ടു കംപ്ലീറ്റ് 1 ഓസിലേഷൻ, വാട്ട് ഈസ് ഹിസ് ഫ്രീക്വൻസി? അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു പെൻഡുലം 0.5 സെക്കൻഡാണ് ഒരു ഓസിലേഷൻ എടുക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ടൈം. അപ്പോൾ അതെന്താണ്? ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈമിനെയാണ് നമ്മൾ എന്ത് പറയുക? പീരീഡ് എന്ന് പറയുക അല്ലേ? അത് 0.5 സെക്കൻഡ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാച്ചെങ്കിൽ ഫ്രീക്വൻസി കണ്ടുപിടിക്കുക കേട്ടോ. അപ്പോൾ 0.5 സെക്കൻഡാണ് ഇവിടുത്തെ പീരീഡ്. അങ്ങനെ വെച്ചാൽ ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുക? ഫ്രീക്വൻസി =1/t. നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ്റെ നേരെ റിവേഴ്സ് എടുക്കുക കേട്ടോ. 1/t. നേരത്തെ പീരീഡ് ഫ്രീക്വൻസി വന്നിട്ട് പീരീഡ് കണ്ടുപിടിക്കാനായിരുന്നു. ഇപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? പീരീഡ് വന്നിട്ട് ഫ്രീക്വൻസി കേട്ടോ. അപ്പോൾ 1/t. അപ്പോൾ t 0.5, 1/0.5 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2 Hz കേട്ടോ. ഇനി തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. എ ട്യൂണിംഗ് ഫോർക്ക് ഓഫ് ഫ്രീക്വൻസി 512 Hz ഈസ് എക്സൈറ്റഡ് ആൻഡ് ഇറ്റ് സ്റ്റെം ഈസ് പ്രസ്ഡ് ഓൺ എ ടേബിൾ. അപ്പോൾ എന്താ പറയുന്നത്? ഒരു ട്യൂണിംഗ് ഫോർക്ക് കേട്ടോ. 512 Hz ഉള്ള ഒരു ട്യൂണിംഗ് ഫോർക്ക് എടുത്തിട്ട്, ഫ്രീക്വൻസി ഉള്ള ഒരു ട്യൂണിംഗ് ഫോർക്ക് എടുത്തിട്ട് അത് എക്സൈറ്റ് ചെയ്യിപ്പിച്ച് നമ്മൾ എവിടെ വെക്കണം? അതിൻ്റെ സ്റ്റെമ്മ് ടേബിളുമേ വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ നേരത്തെ ഈ കുട്ടി ചെയ്തില്ല, അതേ എക്സ്പെരിമെൻ്റ് ആണ് നമ്മളിവിടെ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. 512 Hz ഉള്ള ഒരു ഫ്രീക്വൻസി ഉള്ള ട്യൂണിംഗ് ഫോർക്ക് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യിപ്പിക്കുകയാണ്? അതിൻ്റെ സ്റ്റെമ്മ് ടേബിളിൽ വയ്ക്കുകയാണ്. ഡസ് ദ ടേബിൾ വൈബ്രേറ്റ് ഇൻ ദിസ് സിറ്റുവേഷൻ? ടേബിൾ വൈബ്രേറ്റ് ചെയ്യൂലേ? നമ്മൾ നോക്കിയിട്ടുള്ളതാണ്. വാട്ട് ഈസ് ദിസ് ഫിനോമിന നോൺ ആസ്? അപ്പോൾ ഈ ഒരു ഫിനോമിനയുടെ പേരെന്താ? അപ്പോൾ നമുക്കിവിടെ ആൻസർ ആയിട്ട് എഴുതാം. യെസ്, ദ ടേബിൾ ഡസ് വൈബ്രേറ്റ് അല്ലേ? ടേബിൾ ഒപ്പം തന്നെ വൈബ്രേറ്റ് ചെയ്യൂലേ? അത് ട്യൂണിംഗ് ഫോർക്കിൻ്റെ സ്റ്റെമ്മ് പ്രസ് ചെയ്യുമ്പോൾ ടേബിളും വൈബ്രേറ്റ് ചെയ്യും. ഇതെന്തുകൊണ്ടാണ്? ദിസ് ഈസ് ബിക്കോസ് ദ വൈബ്രേഷൻ ഫ്രം ദ ട്യൂണിംഗ് ഫോർക്ക് ആർ ട്രാൻസ്ഫർ ടു ദ ടേബിൾ. അതായത് നമ്മൾ ഈ ട്യൂണിംഗ് ഫോർക്ക് ടേബിളിൽ വെക്കുമ്പോൾ ഈ ട്യൂണിംഗ് ഫോർക്കിൻ്റെ വൈബ്രേഷൻസ് എന്ത് ചെയ്യും? ഈ ടേബിളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യൂലേ? അപ്പോൾ അതിനെക്കൊണ്ട് എന്ത് സംഭവിക്കും? ഈ ടേബിളും സെയിം ഫ്രീക്വൻസിയിൽ 512 Hz സെയിം ഫ്രീക്വൻസിയിൽ വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് ലൗഡർ സൗണ്ട് കേൾക്കാനായിട്ട് പറ്റും കേട്ടോ. ദിസ് ഫിനോമിന ഈസ് നോൺ ആസ് ഫോഴ്സ്ഡ് വൈബ്രേഷൻ. അപ്പോൾ ഇതെന്താ ചെയ്തിരിക്കുന്നത്? നമ്മളിവിടെ ഫോഴ്സ്ഡ് വൈബ്രേഷൻ ആണ് ഇവിടെ എടുത്തിരിക്കുന്നത് കേട്ടോ. റെസണൻസ് ഫോം ചെയ്യും. സെയിം നാച്ചുറൽ ഫ്രീക്വൻസിയിൽ തന്നെ വൈബ്രേറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ റെസണൻസ് ഫോം ചെയ്യും. അതുകൊണ്ടാണ് നമുക്കിവിടെ ലൗഡർ സൗണ്ട് കേൾക്കാനായിട്ട് കാരണം കേട്ടോ. ഇനി ഇവിടെ നോക്കുക. വെൻ എ ട്യൂണിംഗ് ഫോർക്ക് ഓഫ് ഫ്രീക്വൻസി 256 Hz vibrate, the air around it and the eardrum of the person hearing that sound vibrate 256 times per second. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു ട്യൂണിംഗ് ഫോർക്ക് 256 Hz ഉള്ള ഒരു ട്യൂണിംഗ് ഫോർക്ക് വൈബ്രേറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അതിന് ചുറ്റുള്ള ഒരു ട്യൂണിംഗ് ഫോർക്കിൻ്റെ ചുറ്റുള്ള എയറും വൈബ്രേറ്റ് ചെയ്യും. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കും? നമ്മളത് കേൾക്കുമ്പോൾ, ഒരു പേഴ്സൺ അത് ഹിയർ ചെയ്യുമ്പോൾ നമ്മുടെ എയർ ഡ്രമ്മും ഒപ്പം വൈബ്രേറ്റ് ചെയ്യണം. എത്ര ടൈം? 256 ടൈംസ് തന്നെ. അതായത് ഏതാണോ ആ ട്യൂണിംഗ് ഫോർക്കിൻ്റെ ഫ്രീക്വൻസി, അത്രയും ടൈംസ് നമ്മുടെ ഇയർ ഡ്രമ്മും എന്ത് ചെയ്യും? വൈബ്രേറ്റ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. സെക്കൻഡിൽ കേട്ടോ. ഇത്രയും പെർ സെക്കൻഡിൽ 256 ടൈംസ് വൈബ്രേറ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. ഇനി ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഹൗ ഡസ് ദ എയർ നിയർ ഇറ്റ് വൈബ്രേറ്റ് വെൻ ദ ട്യൂണിംഗ് ഫോർക്ക് വൈബ്രേറ്റ്? എങ്ങനെയായിരിക്കും എയർ നിയർ ഇറ്റ് വൈബ്രേറ്റ് വെൻ ദ ട്യൂണിംഗ് ഫോർക്ക് വൈബ്രേറ്റ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ആൻസറൊക്കെ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കേൾക്കാം കേട്ടോ. അപ്പോൾ പാർട്ട് 3 ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ.